ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ബീഫ് ഫ്രൈ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനാദ്യം വേണ്ടത് ഉള്ളി നമുക്ക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു മിക്സിയിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് അരിയുക. അങ്ങനെ ചെറുതാക്കി നുറുക്കല്ല, നീളത്തിൽ അരിയുക. പിന്നെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരച്ചിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ഉള്ളി വേണം. ഉള്ളിയൊക്കെ ഇതേപോലെ അരിഞ്ഞിട്ട് നമ്മൾ ബീഫ് നമുക്ക് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. ഗ്യാസ് വെച്ചിട്ട് വേവാൻ വെച്ചിരുന്നു. അത് വെന്ത് കഴിഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പട്ടിക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉലുവ, വലിയ ജീരകം ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. ഇതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ അരച്ചത് ഇതിലേക്ക് പാർന്ന് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഇളക്കാം. എന്നിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെറിയുള്ളി നമ്മൾ അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിലേക്ക് വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി നല്ലോണം ഇളക്കിയതിന് ശേഷം അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഉപ്പെല്ലാം കൂടി ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഇളക്കിന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ സെറ്റാകാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അത് കാണിക്കാൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. നമ്മളിതൊക്കെ സെറ്റായിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളിടാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് മസാല ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പിൻ്റെ ഇല ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ബീഫ് ഇട്ടിട്ട് നല്ലൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് നല്ല ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്മേൽ ഫുൾ ഇളക്കലിനുള്ളൂ അല്ലേ. എന്നാലും നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. എന്നാലും നമുക്ക് നല്ലപോലെ ഒന്ന് കിട്ടുക. നമുക്ക് കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിന് തൂമിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം എണ്ണ വെച്ചതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നമുക്കത് നേരെ നമ്മളെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊക്കെ പാടൊന്നും കൂടി നല്ലോണം ഇളക്കി മറിച്ചതിൻ്റെ ശേഷം നമ്മളെ ബീഫ് ഫ്രൈ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യുക, വേണ്ടെങ്കിൽ ട്രൈ ചെയ്യണ്ട. അപ്പോൾ ടാറ്റാ.